ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്ത ദിവസങ്ങളിൽ വായിച്ച ഒരു സുന്ദരമായ വചനം കേട്ടോ, നിങ്ങളോടത് കുറേ ദിവസമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇന്നാണ് ഒരു മറ്റ് രണ്ട് വചനങ്ങളും കൂടി ഒന്ന് കണക്ട് ചെയ്ത് വായിക്കാൻ പറ്റിയത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വചനം കിടക്കുന്നതിന് മുമ്പ് ഒന്ന് നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. നമ്മുടെ എല്ലാ ആഗ്രഹമാണ്, നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും മക്കളാണ്, കുറേ പേര് മാതാപിതാക്കളാണ്. മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് വലിയൊരു ആഗ്രഹമായിരിക്കും മക്കൾ അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളത്, അല്ലേ? മക്കൾ നല്ല രീതിയിലാവുക, അവർക്ക് പഠിത്തമോ ജോലിയോ അവരുടെ ശുശ്രൂഷകളോ അവരെ കർത്താവ് ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്ത് സമൂഹത്തിനും സഭയ്ക്കും ആയിരിക്കുന്ന ഇടങ്ങൾക്കെല്ലാം അവർ അനുഗ്രഹമായി തീരണമെന്ന് എല്ലാ മാതാപിതാക്കളുടെ ആഗ്രഹമാണ്. എല്ലാം ഒന്നും ചിലപ്പോൾ നടക്കുന്നുണ്ടാവില്ല, ചിലപ്പം മക്കളെ ഓർത്ത് ചിലപ്പോൾ സങ്കടപ്പെടുന്ന മാതാപിതാക്കൾ ഉണ്ടാകാം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, നിങ്ങൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പേരൻസ് ആഗ്രഹിക്കുന്നതിനെക്കാട്ടും കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, മക്കൾ കേൾക്കണം, നിങ്ങൾക്ക് ഈശോയുടെ അനുഗ്രഹമാണ് ഏറ്റവും പ്രധാനം. മാതാപിതാക്കൾ കേൾക്കുക, അവർക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ആവശ്യം നിങ്ങളുടെ ഉപദേശങ്ങൾക്കും നിങ്ങളുടെ നിങ്ങളുടെ അഭ്യർത്ഥനകൾക്കും നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കും അപ്പുറം അവർക്ക് ആവശ്യം കർത്താവിൻ്റെ അനുഗ്രഹമാണ്. ആ കർത്താവിൻ്റെ അനുഗ്രഹത്താൽ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടാൽ എനിക്ക് തോന്നുന്നു ഏതൊരു പേരൻറ്റിനും അതായിരിക്കും ഈ ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ആനന്ദത്തിൻ്റെ നിമിഷം. ഞാൻ വായിച്ച് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിപ്പോയ ഒരു വചനം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യട്ടെ. വചനം എടുക്കണം. പുതിയ നിയമത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട യോഹന്നാൻ സ്ലീഹ എഴുതിയ 3 ലേഖനങ്ങളുണ്ടല്ലോ, അതിലെ മൂന്നാമത്തെ ലേഖനമാണ്. ചാപ്റ്ററായിട്ടില്ല, അധ്യായമായിട്ടില്ല, ഒന്നാമത്തെ അധ്യായം എന്ന് ചുമ്മാ നമുക്കൊന്ന് പറയാൻ എളുപ്പത്തിന് വേണ്ടി പറയുകയാണ്. മൂന്നാമത്തെ ലേഖനത്തിൽ അതിൻ്റെ ഒന്നാമത്തെ അധ്യായമാണ് ആക്ച്വലി, 4-ാമത്തെ വാക്യം. 3 ജോൺ വേഴ്സ് 4, ഒന്നാമത്തെ അധ്യായം 4-ാം വാക്യം. എൻ്റെ മക്കൾ സത്യത്തിലാണ് ജീവിക്കുന്നത് എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് ഉണ്ടാകാനില്ല. ഒന്നുകൂടെ കേട്ടെ, എൻ്റെ മക്കൾ സത്യത്തിലാണ് ജീവിക്കുന്നത് എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് എനിക്ക് വേറെ ഇല്ല എന്ന്. സത്യത്തിൽ ജീവിക്കാന്ന് വെച്ചാൽ എന്താ? ഒരു നുണ പറയാണ്ടിരിക്കുക, അങ്ങനെയൊന്നുമല്ല. സത്യം ആരാണ്? ഇങ്ങനെ അതിനെ വ്യാഖ്യാനിച്ചൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? സത്യം ആരാണ്? ഹു ഇസ് ദ ട്രൂത്ത്? ഈശോയാണ്. എൻ്റെ മക്കൾ ഈശോയിലാണ് ജീവിക്കുന്നത് എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ലെന്ന്. പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഇന്നത് കേൾക്കുമ്പോഴേ നിങ്ങൾ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മക്കൾ എവിടെയാണെന്ന് അറിയില്ല, മക്കളെ ഫോൺ വിളിക്കുകയോ ഇല്ലെങ്കിൽ അവർക്കൊരു മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇത് അവരോട് പറയണം. മക്കള് നല്ല ജോലിയിലാണ്, അല്ലെ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, നല്ല സ്വഭാവമാണ്, അപ്പനും അമ്മയ്ക്ക് സന്തോഷമാട്ടോ, അങ്ങനെയൊന്നല്ല പറയേണ്ടത്. എൻ്റെ മക്കൾ ഈശോയിലാണ് എന്നറിയുന്നതാണ് അപ്പായുടെയും അമ്മയുടെയും ഏറ്റവും വലിയ ആനന്ദം. അത് നിങ്ങൾ അവരെ വിളിക്കുമ്പോൾ പറയണം, അവർക്ക് മെസ്സേജ് അയക്കുമ്പോൾ പറയണം. അവർ മക്കളിത് ഓർത്തേക്കണം. 3 മാമമ്മ പറഞ്ഞത് അല്ലേ, മക്കളിത് ഓർത്തേക്കണം. മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം നിങ്ങൾ ഈശോയിൽ ജീവിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നല്ല ജോലി കിട്ടി, നിങ്ങൾ നല്ല ആരോഗ്യത്തിലാണ്, നല്ല സ്വഭാവത്തിലാണ്. ചിലപ്പോൾ അത് കഴിയുമ്പോൾ പിന്നെയും മാതാപിതാക്കൾ ഉപദേശിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതിനെക്കാട്ടും വലുത് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? നിങ്ങൾ ഈശോയിൽ സത്യത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. പഴയ നിയമത്തിലെ സുന്ദരമായ ഒരു വചനമാണ്. നമുക്കത് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മാതാപിതാക്കൾ ഇത് കേൾക്കുന്നവർ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വളരെ പ്രധാനമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ ഈ വചനം ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അച്ഛനിപ്പോൾ മക്കളെക്കുറിച്ച് മാതാപിതാക്കളെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേനും വലിയ സങ്കടം അനുഭവിക്കുന്ന ഒരു ഗ്രൂപ്പില്ലേ, കല്യാണമൊക്കെ കഴിഞ്ഞ് ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഒത്തിരി ആഗ്രഹിച്ചിട്ടും ഒക്കെ ഒരു കുഞ്ഞില്ലാതെ സങ്കടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. നമ്മുടെ ധ്യാനകേന്ദ്രത്തിലും ഒക്കെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഇടയ്ക്ക്, ഇങ്ങനെ മധ്യസ്ഥം വഹിച്ചൊക്കെ. അവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ള ഒരു വചനമാണ്, നിങ്ങളിത് കേട്ടോണ്ടിരിക്കുന്നതിൽ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളൊക്കെ ഉണ്ടെങ്കിൽ ഈ വചനം ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം കേട്ടോ. 127 സങ്കീർത്തനം അതിൻ്റെ 3-ാം വാക്യം, Psalm 127 വേഴ്സ് 3. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ കേട്ടോ. നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ അങ്ങനെ ഒരു വേദനയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കണം, അവർക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കണം. ഉദരബലം കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരബലം ഒരു സമ്മാനവും. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾക്ക് ഈശോ തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ കുഞ്ഞുങ്ങൾ. അവരേറ്റവും അനുഗ്രഹിക്കപ്പെടണം. ഏറ്റവും അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ അവരാരിലായിരിക്കണം? ഈശോയിലായിരിക്കണം. ഈശോയിലായിരുന്നാൽ അവർക്ക് പിന്നെ ലോകം കരുതുന്ന പോലെയൊന്നുമല്ല, നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെയൊന്നുമല്ല, അതിനെക്കാട്ടും വലിയ അനുഗ്രഹത്തിലേക്ക് കർത്താവ് നയിക്കും. കുഞ്ഞുങ്ങളിത് കേൾക്കുമ്പോൾ ഓർക്കണം, നിങ്ങൾക്ക് ഈ ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അത് ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്നതാണ്. ലോകത്തിൽ ബാക്കിയെല്ലാം പോകും, ലോകം തന്ന സന്തോഷങ്ങളൊക്കെ ലോകം തിരിച്ചെടുക്കും. നിങ്ങൾ ഈശോയിലാണെങ്കിൽ നിങ്ങളെ ഓർത്ത് നിങ്ങളുടെ മാതാപിതാക്കൾ അഭിമാനിക്കും, ലോകം അഭിമാനിക്കും, സഭ നിങ്ങളെ ഓർത്ത് സന്തോഷിക്കും. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ആനന്ദം നിറയും. നിങ്ങളെ കർത്താവ് അനുഗ്രഹമാക്കി മാറ്റും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 54-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. ഐസിയ ചാപ്റ്റർ 54 വേഴ്സ് 13. കർത്താവ് നിന്റെ പുത്രന്മാരെ പഠിപ്പിക്കും, അവർ ശ്രേയസാർജിക്കും. കർത്താവ് മക്കളെ പഠിപ്പിക്കും, നിങ്ങൾ ശ്രേയസാർജിക്കും. കേട്ടോണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഈ വചനം ഒന്ന് സ്വീകരിച്ചോ. നിങ്ങളെ കർത്താവ് പഠിപ്പിക്കും. ക്ലാസ് ടെസ്റ്റിന് വേണ്ടി പഠിപ്പിക്കുന്നതല്ല, ഒരു സിലബസ് പൂർത്തിയാക്കാൻ പഠിപ്പിക്കുന്നതല്ല. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് തിരഞ്ഞെടുക്കണമെന്ന്, എന്ത് വഴി നടക്കണമെന്നും ഈശോ നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങൾ എന്നാ ചെയ്യേണ്ടേ? ഈശോയിലായിരിക്കുക.
സത്യത്തിലായിരിക്കുക. ഈശോയോട് ചേർന്ന് നിന്ന കർത്താവ് നിങ്ങളെ പഠിപ്പിച്ചോളും. നിങ്ങളെ ഓർത്ത് നിങ്ങളുടെ മാതാപിതാക്കൾ അഭിമാനിക്കും, ആനന്ദിക്കും, നിങ്ങൾ ശ്രേയസ് ആർജിക്കും. ഈ സമയം അച്ഛൻ നിങ്ങളെ കുടുംബത്തിന് മുഴുവന് വേണ്ടി ഒരു ബ്ലെസ്സിങ് തരാൻ പോവാണ്. മക്കൾക്ക്, മാതാപിതാക്കൾക്ക്, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്കെല്ലാം, നിങ്ങളുടെ തലമുറയും എല്ലാം വലിയ അനുഗ്രഹമായിട്ട് മാറട്ടെ. കർത്താവെ, ഞങ്ങളിന്ന് വായിച്ച ഈ വചനങ്ങളുടെ എല്ലാ അഭിഷേകം നിറയ്ക്കണമേ കുടുംബത്തിലേക്ക്. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു അനുഗ്രഹമാണ്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ ഈ സമയം അനുഗ്രഹിക്കണമേ ഈശോയെ. നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സങ്കടങ്ങൾ, പ്രത്യേകിച്ച് മാതാപിതാക്കളും മക്കളും തമ്മിൽ അസ്വസ്ഥതയുള്ള കുടുംബങ്ങളെ ഈ സമയം അനുഗ്രഹിക്കണമേ. എൻ്റെ മക്കൾ ഈശോയിലാണ് എന്നറിയുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയാൻ എല്ലാ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. ഈശോയെ പഠിക്കാൻ, ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ, ശ്രേയസ് ആർജിക്കാൻ ഇത് കേൾക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് കൃപയോടെ അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.